ഇനി തൃശൂർ പൂച്ചട്ടിയിൽ നേരത്തെ പറഞ്ഞ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. അവിടെ കൊലക്കേസ് പ്രതിയെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. കെ അഖിലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അഖിൽ, കൊലക്കേസ് പ്രതിയാണ് കൊല്ലപ്പെട്ടത് എന്നുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളായിരിക്കുമോ കാരണം? ജിൽസി, ഇന്നലെ രാത്രി 12:00 ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ കൊലപ്പെടുത്തിയ 3 പ്രതികളും ഈ സതീശന്റെ സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത്. ഇവർ 4 പേരും സംയുക്തമായി പ്രതികളായ കേസുകൾ അടക്കമുണ്ട്. 2002 നെടുമ്പുഴയിലും അതുപോലെ തന്നെ വെസ്റ്റിലും ഒക്കെ നടന്ന കൊലക്കേസുകളിൽ, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും വരുന്ന കൊലക്കേസുകളിലാണ് സതീശൻ പ്രതിയായിട്ടുള്ളത്. ഇതിലേക്ക് കാരണമായി പോലീസ് പറയുന്നത്, ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഷിജോ, വലക്കാവ് സ്വദേശിയായ ഷിജോയിൽ നിന്നും 80,000 രൂപ സതീശൻ വാങ്ങിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നലെ രാത്രി തൃശ്ശൂരിലെ ഒരു ചടങ്ങിൽ വെച്ച് ഈ 4 പേരും തമ്മിൽ ഈ സതീഷുമായി തന്നെ ഒരു വാക്കേറ്റവും തർക്കവും ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനായിട്ടാണ് ഈ പൂച്ചട്ടി ഗ്രൗണ്ടിലെ സമീപത്തേക്ക് സതീശനെ 3 പേരും വിളിച്ചു വരുത്തിയത്. ഇവിടെ വീണ്ടും ഇത് പറഞ്ഞു തീർക്കാൻ സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും തർക്കമാവുകയും തുടർന്ന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപത്ത് സതീശനെ പോലീസാണ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തലയ്ക്കും കയ്യിലും കാലുകൾക്കും ഒക്കെ തന്നെ വെട്ടേറ്റ നിലയിലായിരുന്നു. പോലീസ് മനസ്സിലാക്കുന്നത് ഈ സതീശൻ ഈ 3 പേർക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയത്. 2 കൊലക്കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളും പ്രതിയാണ് സതീശൻ പ്രതികൾക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ ഈ സതീശനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൈക്കും കാലിലും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൈക്കും കാലിലും തലയ്ക്കും ഒക്കെ തന്നെ വെട്ടുകൾ ഏറ്റതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ 4 പേരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ജിൽസി, ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.